നമസ്കാരം, ഞാൻ ഡോക്ടർ തസ്ലീന. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് H1N1 കുറിച്ചാണ്, അതായത് പന്നിപ്പനി. ഇന്ന് മലപ്പുറത്ത് H1N1 ബാധിച്ച് ഒരു മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ സാഹചര്യത്തിലാണ് ഇതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം എന്ന് വിചാരിക്കുന്നത്. ഓർത്തോമിക്സോ വൈറസ് കുടുംബത്തിൽപ്പെട്ട പന്നിപ്പനി വൈറസ് എന്നറിയപ്പെടുന്ന സൂക്ഷ്മാണുവിൽ നിന്നാണ് അസുഖമുണ്ടാകുന്നത്. ഇംഗ്ലീഷിൽ സ്വൈൻ ഇൻഫ്ലുവൻസ, ഹോക്ക് ഫ്ലൂ, ശാസ്ത്രീയമായി H1N1 ഇൻഫ്ലുവൻസ എന്നും വിളിക്കുന്നു. പന്നിപ്പനി ആദ്യമായിട്ട് കുറച്ച് ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ കണ്ടു തുടങ്ങിയത് 2009 മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ്. മെക്സിക്കോയിൽ നിന്നും ആരംഭിച്ച് ഏതാണ്ട് 63ഓളം രാജ്യങ്ങളിലോട്ട് പകർന്നതായി കരുതുന്നു. 1918 ആദ്യമായി കണ്ടു തുടങ്ങിയ ഈ അസുഖത്തിൻ്റെ കാരണക്കാരിയായ വൈറസുകൾ 2009 ആയപ്പോഴേക്കും നിരവധി ഉപവിഭാഗങ്ങളായി കണ്ടു തുടങ്ങി. ഇതിൽ ഇൻഫ്ലുവൻസ സി വൈറസ് എന്നറിയപ്പെടുന്ന വ്യത്യസ്ത തരവും H1N1, H1N2, H3N1, H3N2, H2N3 എന്നീ വിഭാഗങ്ങളും കണ്ടുപിടിക്കപ്പെട്ടു കഴിഞ്ഞു. സാധാരണമായി പന്നികളിൽ മാത്രമാണ് ടൈപ്പ് എ ഇൻഫ്ലുവൻസ വൈറസുകൾ ഈ രോഗത്തിനു കാരണമാവുക. അപൂർവമായി പന്നികളിൽ നിന്നും മനുഷ്യരിലോട്ട് പകരാനുള്ള ഈ വൈറസുകൾ പക്ഷേ കൂടുതൽ പേർക്കും രോഗാവസ്ഥ ഉണ്ടാക്കാറില്ല. വൈറസുകൾക്കെതിരായ ആൻറ്റിബോഡിയെ മനുഷ്യരക്തത്തിൽ സൃഷ്ടിക്കാൻ മാത്രമേ അതിന് കഴിയാറുള്ളൂ. പന്നിയിറച്ചി കഴിക്കുന്നത് മൂലം വൈറസ് പകരില്ല. രോഗബാധിതരായ പന്നിക്കൂട്ടങ്ങളുമായുള്ള വളരെ അടുത്ത് ഇടപഴകുന്ന മനുഷ്യർക്കാണ് അവരുടെ പ്രതിരോധ നിലയ്ക്കനുസരിച്ച് ഈ രോഗമുണ്ടാകുന്നത്. രോഗപ്രതിരോധ ശേഷി കുറവുള്ളവരാണെങ്കിൽ പെട്ടെന്ന് രോഗം അവർക്ക് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. വളരെ അപൂർവമായ മനുഷ്യനിൽ നിന്നും മറ്റൊരു മനുഷ്യരിലോട്ട് പകരാനുള്ള സാധ്യതയുള്ളൂ. H1N1 ഉപവിഭാഗത്തിൽ പെടുന്ന വൈറസ് കാരണമാണ് 2009 നമുക്ക് സ്പ്രെഡ് ഉണ്ടായിട്ടുള്ളത്. ഈ രോഗത്തിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ മനുഷ്യരിൽ പനി, ശരീരവേദന, തലവേദന, തൊണ്ടവേദന, ചുമ എന്നിവയാണ് രോഗലക്ഷണങ്ങൾ. ചിലപ്പോൾ രോഗിക്ക് വയറിളക്കവും ഛർദിയും അനുഭവപ്പെടാറുണ്ട്. കഠിനമായ കേസുകളിൽ ശ്വസന പരാജയവും മരണവും ഉണ്ടാകാം. പക്ഷേ ഇത് അപൂർവമായാണ് കാണാറ്. മിക്ക ആളുകളിലും ലക്ഷണങ്ങൾ താരതമ്യേന സൗമ്യമാണ്. എന്നിരുന്നാലും ചെറിയ കുട്ടികൾ, പ്രായമായവർ, ഗർഭിണികൾ, പ്രതിരോധശേഷി കുറവുള്ളവർ എന്നിവർക്ക് അപകട സാധ്യത കൂടുതലാണ്. പന്നിപ്പനി പകരാതിരിക്കാൻ കൈകൾ എപ്പോഴും വൃത്തിയായിട്ട് കഴുകി സൂക്ഷിക്കുക. ജനത്തിരക്കുള്ള സ്ഥലങ്ങളിൽ നിന്നും പരമാവധി വിട്ടുനിൽക്കുക. പനി ബാധിച്ചവരിൽ നിന്നും ഒരു കൈയുടെ അകലമെങ്കിലും സൂക്ഷിക്കുക. നല്ലവണ്ണം ഉറങ്ങുക. ധാരാളം വെള്ളം കുടിക്കുകയും പോഷകസമൃദ്ധമായ ആഹാരങ്ങൾ കഴിക്കുകയും ചെയ്യുക. പനി പടർന്നു പിടിക്കുന്ന അവസരത്തിൽ ഹസ്തദാനം നടത്താൻ മുതിരാതിരിക്കുക. പൊതുസ്ഥലത്ത് തുപ്പാതിരിക്കുക. ഇൻഫെക്റ്റഡ് ആയ പന്നികളുമായിട്ടുള്ള സമ്പർക്കം മാക്സിമം കുറയ്ക്കാൻ ശ്രദ്ധിക്കുക. രോഗലക്ഷണങ്ങൾ എന്തെങ്കിലും കണ്ടാൽ നേരത്തെ തന്നെ വൈദ്യസഹായം നേടാൻ മടിക്കരുത്.